അത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് തൗഹീദ് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഞാൻ മുവഹിദാണ്, ഞാൻ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യൂ എന്നുള്ളത് കൊണ്ട് അവന്റെ തൗഹീദ് പൂർണ്ണമാവുകയില്ല. മറിച്ച് അവന്റെ തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും അവൻ നിഷേധിക്കേണ്ടതുണ്ട്. ഇതിനൊന്നും ഞാൻ ഇബാദത്ത് ചെയ്യുകയില്ല എന്നവൻ സകലതിനെയും അവൻ നിഷേധിക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് മുവഹിദ് അവൻ ഒന്നാമതായി അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത് ചെയ്യണം. രണ്ടാമത് അവൻ ശിർക്കിൽ നിന്നും പൂർണ്ണമായി സുരക്ഷിതനായിരിക്കണം. മൂന്നാമത് അവൻ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നിഷേധിക്കണം. ഇത് മൂന്നും വളരെ നിർബന്ധമായ കാര്യമാണ്. ഒരാൾ പറയുന്നു ഞാൻ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, പക്ഷെ ഈ പറയുന്ന അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നു ഇതിനൊന്നും ഞാൻ നിഷേധിക്കുകയില്ല, ഈ താഗൂത്തുകളെ ഒന്നും ഞാൻ നിഷേധിക്കുകയില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ അവന്റെ ഇസ്ലാം പൂർണ്ണമായിട്ടില്ല, അവൻ ഇസ്ലാമിൽ എത്തിയിട്ടില്ല എന്ന് പറയാം. അപ്പൊ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുള്ളൂ, പക്ഷെ മൊയ്തീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നവരാകട്ടെ, ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നവരാകട്ടെ, ഇതിനൊന്നും ഞാൻ എതിർക്കുകയില്ല, ഇതൊന്നും തെറ്റാണെന്നും ഞാൻ പറയില്ല, അതിനെ എതിർക്കുകയില്ല എന്നൊരാൾ പറയുകയാണെങ്കിലോ അവൻ തൗഹീദ് തന്നെ മനസ്സിലായിട്ടില്ല. അവൻ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, അവനൊന്നും മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ വേറെ ചില ആളുകൾ പറയുന്നു എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും ആരോടും പ്രാർത്ഥിക്കാം, അതൊന്നും കുഴപ്പമില്ല, ഇന്ന ആളോട് പ്രാർത്ഥിക്കുന്നവർ ഇന്നോട് പ്രാർത്ഥിച്ചവരെ, ഞാനെന്തായാലും ഇപ്പൊ അള്ളാഹിനോടെ പ്രാർത്ഥിക്കുന്നുള്ളൂ, ഞാൻ വേറെ ഒരാളോടും പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ അവന് അവന്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇന്നയാൾക്ക് ഇന്നയാളോട് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഈ രാജ്യത്തുണ്ട് എന്നല്ലാതെ അള്ളാഹുവിന്റെ അടുക്കലുണ്ടോ? ഇല്ല. അത് ഈ രാജ്യത്തിലുള്ളൊരു നിയമമാണ്. ഇവിടെ ആർക്കും ആരോടും കല്ലിനോടും പ്രാർത്ഥിക്കാം, മുള്ളിനോടും പ്രാർത്ഥിക്കാം, എല്ലാത്തിനോടും പ്രാർത്ഥിക്കാം. അത് ഈ രാജ്യത്തിൽ വകവെച്ചു കൊടുത്തിട്ടുള്ള, ഇവിടെ ഭരണഘടന വെച്ചു കൊടുത്തിട്ടുള്ള നിയമമാണ്. അതല്ലാതെ ഒരു മുഅ്മിൻ ഇതെല്ലാം അനുവാദമുണ്ട് എന്ന നിലക്ക് വിശ്വസിക്കാൻ പാടില്ല. ചില ആളുകൾ സംസാരം കേട്ട് അങ്ങനെ തോന്നിപ്പോകും, ഇവർക്കെല്ലാം ഞാൻ അങ്ങനെ അനുവാദം കൊടുക്കുകയാണ്, അതിനൊക്കെ അനുവാദമുണ്ട്. നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ആർക്കും ഇതിനുള്ള അനുവാദം ഉണ്ടായിട്ടല്ല, എല്ലാവരും ലുൽമാണ് ചെയ്യുന്നത്, എല്ലാവരും കടുത്ത ലുൽമാണ് ചെയ്യുന്നത്. ഇവരെല്ലാവരും അള്ളാഹുവിന്റെ റിസ്ക് ഭക്ഷിക്കുന്നവരാണ്, അള്ളാഹു കൊടുക്കുന്ന നിഅമത്തുകൾ അത് ആസ്വദിക്കുന്നവരാണ്. എന്നിട്ട് ഇവർ അള്ളാഹു അല്ലാത്ത ആളുകൾക്കാണ് ഇബാദത്തുകൾ അർപ്പിക്കുന്നത്. ഇതിനും വലിയ ലുൽമെന്തുണ്ട്. ഇന്ന ശിർക ലദുൽമുൻ അളീം. ആ ലുൽമ ചെയ്യുന്നവരാണ്. അതല്ലാതെ ഇവർക്കെല്ലാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരെല്ലാം അതിനെ ഞാൻ എതിർക്കുകയില്ല, അതിനോട് എനിക്ക് യാതൊരു ദേഷ്യവുമില്ല, അതിനോട് എനിക്കൊരു വിയോജിപ്പുമില്ല എന്ന് പറയുന്നത് അത് വലിയ തെറ്റാണ്.